നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 311th day. Today first sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 311 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. സൂതോവാച പിതര്യുപരതേന ജനനീതാടിതാഭൃശം കോ വിത്വം തിഷ്ഠതേ ബ്രൂഹി അനിശ്യേലത്തയാന ചേത്. സൂതോവാച പിതര്യുപരതേന ജനനീതാടിതാഭൃശം കോ വിത്വം തിഷ്ഠതേ ബ്രൂഹി അനിശ്യേലത്തയാന ചേത്. ഓം തത്സത്. പിതാവിൻ്റെ മരണാനന്തരം, അതായത് പിതാവ് കാട്ടിലേക്ക് എല്ലാമേ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് തപസ് ചെയ്ത് മരിക്കുവാൻ വേണ്ടി പോയപ്പോൾ ദുന്ദുകാരി അമ്മയെ വല്ലാതെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ജനനി അമ്മ താടിതാഭൃശം വല്ലാതെ അധികമായി കഠിനമായി ദ്രോഹിക്കുവാൻ തുടങ്ങി. കോ വിത്തം, എവിടെയാണ് ധനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, എവിടെയാണ് ധനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, പറയുക, ഇല്ലെങ്കിൽ ഞാൻ ബ്രൂഹി പറയുക, അല്ലെങ്കിൽ ഞാൻ ദണ്ഡം കൊണ്ടടിച്ച് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് മാതാവിനെ ഉപദ്രവിക്കുവാൻ തുടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് ദുന്ദുകാരിയുടെ ദ്രോഹവും ദുന്ദുകാരി ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളും ഒക്കെയാണ് വർണ്ണിക്കുന്നത്. ദുന്ദുകാരിയുടെ ദ്രോഹം സഹിക്കാതെ ഗോകർണൻ്റെ ഉപദേശം കേട്ട് ആത്മദേവൻ കാട്ടിലേക്ക് പോയി മോക്ഷം നേടാനായി മോക്ഷം നേടുന്നു. അതിനുശേഷം ദുന്ദുകാരി വീട്ടിൽ വെച്ച് അമ്മയോട് എവിടെ ധനങ്ങളെല്ലാം തീർന്നെങ്കിലും അമ്മ ധനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും എന്നുള്ള വിചാരത്തിൽ എവിടെയാണ് ധനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയുക, പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ ദണ്ഡം കൊണ്ട് അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അമ്മയെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഇന്ന് കാണുന്ന പല മക്കളുകളുടെയും നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുന്ന കഥ തന്നെയാണ് ഈ ദുന്ദുകാരിയുടെയും കഥ. ദുഷിച്ച മക്കളുണ്ടായാൽ എങ്ങനെയുണ്ടാകും നമ്മുടെ ജീവിതം എന്ന് ഈ ശ്ലോകം നമുക്ക് കാട്ടിത്തരുകയാണ്. സൂതോവാച പിതര്യുപരതേന ജനനീതാടിതാഭൃശം കോ വിത്വം തിഷ്ഠതേ. വിത്തം ധനം കോ എവിടെ വച്ചിരിക്കുന്നു എന്ന്. ബ്രൂഹി ഹനിശ്യേലത്തയാന ചേത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.